വെള്ളത്തിൽ വീണതാരാ? അമ്മോ. ഇന്ന് നമ്മുടെ വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. നമ്മുടെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കൊക്കോറിച്ച് ഫാക്ടറിയിലേക്ക് പോകുന്ന ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് അവിടെ നിന്ന് നമ്മൾ അങ്കമാലിയിലായിരുന്നു. നേരെ ഇപ്പം ഈ വൈപ്പിനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബോച്ചയുടെ ടൊഡി ഹബിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ബോച്ചയുടെ ടൊഡി ഹബിൽ നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്യണം കേട്ടോ. നമ്മൾ വരുന്ന ദിവസം അപ്പോൾ 2 ദിവസം മുന്നൊക്കെ ഒന്ന് വിളിച്ച് അതിൻ്റെ സമയം ഏകദേശം നമ്മൾ വരുന്ന സമയമൊക്കെ ഒന്ന് ബുക്ക് ചെയ്യണം. അപ്പോൾ അവർ അതിനനുസരിച്ചിട്ട് അവിടെ നമുക്ക് ബുക്ക് ചെയ്തിടും. അപ്പോൾ ഫാമിലിക്ക് ഇരിക്കാനുള്ള പ്ലേസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതും ഹട്ടുകളുണ്ട് അവിടെ. അതൊക്കെ നമുക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ട് ഇടാം. അപ്പോൾ തന്നെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാർ പാർക്കിംഗ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് ആ നീല കളറിൽ കാണുന്നതാണ് ബോച്ചയുടെ ടൊഡി ഹബ്ബ്, കള്ള് ഷാപ്പ് എന്ന് പറയാം. അപ്പോൾ നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ അവിടുത്തെ. അങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടാണ് നമ്മളിങ്ങനെ വന്നത്. അവിടെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ അവിടെ നിന്ന് നടന്ന് കയറി. എൻട്രൻസ് ഫീ ഒന്നുമില്ല ഇതിന്. ഇവിടെ അങ്ങനെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻട്രൻസ് ഫീ ഇല്ല. പിന്നെ അതുപോലെ അതിൻ്റെ ഉള്ളിൽ തന്നെ വേറെ ബോട്ടിങ്ങിൻ്റെ സ്ഥലമൊക്കെ ഉണ്ട്, കുട്ടികൾ കളിക്കാനുള്ള സ്പേസൊക്കെ. അതിലേക്കൊന്നും പിന്നെ വേറെ എക്സ്ട്രാ നമ്മൾ ക്യാഷ് അടയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ ബുക്കിങ്ങിനൊന്നും ഒക്കെ ഫ്രീ ആയിട്ട് തന്നെയാണ് കേട്ടോ. ബുക്കിംഗ് ചാർജൊന്നുമില്ല, ഫ്രീ ആയിട്ട് തന്നെ ബുക്ക് ചെയ്യാം. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര നല്ല ഉറക്കൽ സൗണ്ടിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇതാ ബോട്ടിംഗ് ആണ് കേട്ടോ. ബോട്ടിങ്ങിൻ്റെ സ്ഥലമാണ് ലെഫ്റ്റ് സൈഡിലായിട്ടുള്ളത്. പിന്നെ റൈറ്റ് സൈഡിലാണ് ഓപ്പൺ ആയിട്ടുള്ള നമുക്കിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള സ്ഥലമുണ്ട്. ഓപ്പൺ ആയിട്ടുള്ള കോർട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് അവിടെ ഒറ്റ വരിയിൽ ഹട്ടുകളും ഉണ്ട്. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ ബോച്ചയൊക്കെ നിൽക്കുന്നുണ്ട്. തെങ്ങിൽ കയറി നിൽക്കുന്ന ഒരു പ്രതിമയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതൊരു സെൽഫി സ്പോട്ടാണ്. ഇതാണ് ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാനായിട്ട് പറ്റിയൊരു ഓപ്പൺ സ്പേസ്. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് അവിടെ നേരെ ഇവിടെ ആദ്യം തന്നെ ഒരു ഫിഷിങ്ങിൻ്റെ ഒരു ഏരിയ ആണ്. ആ ഒരു പച്ച കളറിൽ കാണുന്നത് പുഴയൊക്കെ ആയിട്ടുള്ളത്. അവിടെ ഇരുന്നിട്ട് നമുക്ക് മീനൊക്കെ പിടിക്കാം. പിന്നെ ഇവിടെ അതിനോട് ചേർന്നിട്ട് തന്നെയാണ് നിരയായിട്ട് ഹട്ടുകളുണ്ട്. നമുക്ക് ഫാമിലിക്കായിട്ടൊക്കെ സെപ്പറേറ്റ് ഹട്ടുകൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയത് ഈ ഒരു ഹട്ടാണ്. അപ്പോൾ കുറച്ച് പേരുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ വലിയൊരു ബെഞ്ചൊക്കെ ഇട്ടിട്ട് നിറച്ച് കസാര അപ്പുറത്തപ്പുറത്തൊക്കെ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കായൽ ആ ഒരു പുഴയും അതൊക്കെ അതിൻ്റെ ആ ഒരു മണം ഉണ്ട് കേട്ടോ. ആ മണം ഇഷ്ടമില്ലാത്തവർ ഇവിടെ ഇരിക്കേണ്ട, ഓപ്പൺ സ്പേസിൽ ഇരിക്കുകയായിരിക്കും നല്ലത്. ചെന്ന വഴിക്ക് തന്നെ സ്റ്റാർട്ടർ പറഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അവിടെ എത്തുമ്പോൾ തന്നെ ഒരു സമയമായിട്ടുണ്ടായിരുന്നു. 2-2:30 ഉണ്ടായിരുന്നു. വിശന്ന് കണ്ണ് കാണാണ്ട്. അപ്പോൾ വേഗം സ്റ്റാർട്ടറാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ കുറച്ച് പത്തിരിയും നൈസ് പത്തിരിയും പിന്നെ ഡ്രാഗൺ ചിക്കനും പിന്നെ ഒരു ചിക്കൻ വരട്ടിയതൊക്കെ ഓർഡർ ചെയ്തു ആദ്യമായിട്ട് പെട്ടെന്ന് കഴിക്കാനായിട്ട് വിശന്നിട്ട്. അങ്ങനെ ഡ്രാഗൺ ചിക്കനൊക്കെ നല്ല അടിപൊളി, നല്ല ഫുഡ് ഒരു രക്ഷയില്ല. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫുഡാണ്. പത്തിരിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഈ ചിക്കൻ വരട്ടിയത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിന് ആ വേപ്പിലയുടെ രുചിയൊക്കെ ഇങ്ങനെ മുന്നിട്ട് നിൽക്കും. നല്ല സൂപ്പറായിട്ടുണ്ട് ഫുഡൊക്കെ. പക്ഷേ നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ്. അത് പറയാതെ വയ്യ, നല്ല കോസ്റ്റ്ലിയാണ്. അപ്പം മീനിൻ്റെയൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ചോദിക്കണം, റേറ്റ് ആദ്യം ചോദിച്ചിട്ട് മേടിക്കണം. മുളകിട്ട മീൻകറിയൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ റേറ്റ് ചോദിച്ചിട്ട് മേടിക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ അവിടെ എത്തി ഈ ഫുഡ് ഇങ്ങനെ ഈ വീഡിയോ ഒക്കെ എടുക്കണേൻ്റെ ഈ ഒരു സമയമായപ്പോഴേക്കും എൻ്റെ മൊബൈലിൻ്റെ ചാർജ് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ എൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫായി. പിന്നെയുള്ള വീഡിയോ ഒക്കെ അമ്മയുടെ മൊബൈലിലാണ് എടുത്തത്. അപ്പോൾ അതിന് സ്റ്റെബിലൈസർ ഇല്ല, അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഷെയ്ക്കായിട്ടുണ്ട് വീഡിയോ. പിന്നെ ഒരു പവർ ബാങ്കൊക്കെ നമുക്ക് മേടിക്കണം എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ വ്ളോഗ്സ് നമ്മൾ കുക്കിംഗ് ചാനലായ കാരണം ഞാൻ വ്ളോഗ്സ് അധികം ഇടുന്നില്ലല്ലോ. അപ്പോൾ അത് കാരണം പവർ ബാങ്ക് ഒന്നും മേടിച്ച് വെച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മുളകിട്ട മീൻ കറിയിട്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇലയിൽ ഇങ്ങനെ കളാഞ്ചി മീനാണെന്ന് പറഞ്ഞത് അങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും കോസ്റ്റ്ലി ആ ഒരു കറിക്കായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ചോദിക്കണം ആദ്യം, റേറ്റ് ചോദിച്ചിട്ട് മേടിക്കാം. പിന്നെ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്യാം. അപ്പോൾ കള്ളൊക്കെ കിട്ടിയത് ആ കുടത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ കുടത്തിൽ തന്നെ അവർ കൊണ്ടുവന്നു. അപ്പോൾ കള്ള് ഷാപ്പിലേക്കല്ലേ നമ്മൾ വരുന്നത്. അപ്പോൾ അത് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പറയണം നമുക്ക് എത്ര വേണം എന്നുള്ളതൊക്കെ. അപ്പോൾ അവരത് സെറ്റാക്കി വെക്കും. പിന്നെ നമ്മൾ ഭക്ഷണം കഴിഞ്ഞിട്ട് ഐസ്ക്രീമിന് പകരം നമ്മൾ മേടിച്ചത് സോർബേ ആയിരുന്നു കേട്ടോ. സോർബേ ഇത് മാംഗോ സോർബയാണ് നമ്മൾ മേടിച്ചത്. സോർബേൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ല അല്ലേ. ഒന്നുമില്ല, അത് പല ടൈപ്പ് ഫ്രൂട്ട്സ് കൊണ്ട് നമുക്ക് സോർബേ ഉണ്ടാക്കാം. അല്ല വാട്ടർ മെലോൺ കൊണ്ടോ
എന്തുകൊണ്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഏതാ ഫ്രൂട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ മാംഗോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാങ്ങ അരച്ചിട്ട് അത് ഫ്രിഡ്ജിൽ വെക്കുന്നതിന് ഒരു പ്രോസസ്സാണ് ഈ സോർബേ എന്ന് പറയുന്നത്. ഐസ് ഫ്രൂട്ട് പോലെ തന്നെ. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ ചെറിയ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. ഊഞ്ഞാലൊക്കെ ഇരുന്ന് ആടി. അത് കഴിഞ്ഞ് നമ്മൾ മീൻ പിടിക്കാൻ തന്നു. അപ്പോൾ മീൻ പിടിക്കണതിനൊന്നും വേറെ എക്സ്ട്രാ ചാർജ് ഇല്ല കേട്ടോ. അതൊരു ഹൈലൈറ്റാണ് ഇതിൻ്റെ. വേറെ ബോട്ടിങ്ങിനോ ഒന്നും വേറെ ചാർജ് നമുക്കില്ല. എൻട്രൻസ് ഫീ ഒന്നും ഇല്ലല്ലോ. നമുക്ക് ഫാമിലി ആയിട്ട് വന്നിട്ടൊക്കെ ഒന്ന് കുട്ടികളെയൊക്കെ കൊണ്ടുവരാൻ പറ്റിയ സ്ഥലം. പക്ഷേ മഴക്കാലത്ത് എനിക്കറിയില്ല, അവിടെ മിക്കവാറും വെള്ളം പൊന്താൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഈ സമയത്ത് ഉണ്ടോ എന്നുള്ളത് അറിയില്ല. നമ്മൾ വെക്കേഷനിൽ ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ സമ്മർ സീസണിൽ ചെയ്തിട്ടുള്ള വ്ളോഗാണിത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു മീനിനെ കിട്ടിയിട്ട് 5 എണ്ണമാണ് കിട്ടിയത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്ന നമ്മൾ തന്നെ പിടിക്കുന്ന മീനിനെ നമുക്ക് ഫ്രീ ആയിട്ട് അവർ വറുത്തൊക്കെ തരും. അതായത് വീണ്ടും രണ്ടാമതും ഒരു മീനിനെ കിട്ടി. നല്ല വലിയ മീൻ തന്നെയാണ് കിട്ടിയത്. ഈ മീൻ അമ്മക്കുട്ടി പിടിച്ചിട്ട് കിട്ടിയ മീനാണ്. രണ്ടാമത് കിട്ടുന്ന മീൻ നമുക്ക് ഫ്രീ ആയിട്ട് തരില്ല. അത് നമുക്ക് ക്യാഷ് കൊടുക്കണം. അപ്പോൾ മീനിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് വെച്ചാൽ ഇപ്പോൾ 200 ഗ്രാമാണ് മീനിൻ്റെ വെയിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി ചാർജ് നമ്മളവിടെ അടയ്ക്കണം. അപ്പോൾ നമുക്കത് കൊണ്ടുപോകാം വീട്ടിലേക്ക്. അപ്പോൾ 200 ഗ്രാം ആണെങ്കിൽ മീനിന് അപ്പോൾ 400 രൂപ നമ്മൾ അടച്ചാൽ ആ മീൻ കിട്ടും. അപ്പോൾ അത് കാരണം ഞങ്ങളത് മേടിച്ചില്ല, അതിനെ തിരിച്ച് വെള്ളത്തിലേക്ക് തന്നെ ഇട്ടു. അപ്പോൾ അതാണ് ഓപ്പൺ ആയിട്ടുള്ളൊരു സ്പേസ് അവരുടെ. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇവിടെ ഇരിക്കുകയും കുറച്ചും കൂടി നല്ലതായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ കാറ്റും കായലിൻ്റെ ആ ഒരു മണമൊന്നും കുഴപ്പമില്ലാത്തവർക്ക് അവിടെ ഹട്ടിലിരിക്കാം. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഒരു ഡാൻസ് ചെയ്യുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കണമെന്ന് മാത്രം. നമുക്ക് പ്രൈവറ്റ് ആയിട്ടിരിക്കുന്നവർക്ക് ഹട്ടിലൊക്കെ ബുക്ക് ചെയ്തിട്ട് അവിടെ ഇരിക്കാം. കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഒരു സ്ഥലത്താണുള്ളത്. പിന്നെ ബാത്റൂമൊക്കെ ഉണ്ട് കേട്ടോ. നന്നായിട്ട് നല്ല നീറ്റായിട്ടുള്ള ബാത്റൂമുകളാണ്. അതൊക്കെ ഇഷ്ടമായി. നല്ല ഹൈലൈറ്റായിട്ട് തന്നെ പറയാൻ പറ്റിയതാണ്. പിന്നെ ഇവിടെ തന്നെ ഈ ഒരു ഓപ്പൺ സ്പേസിനോട് ചേർന്നിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അവർ കുക്ക് ചെയ്യണതും ഒക്കെ അവിടെ നിന്നിട്ട് തന്നെ കാണാം. അപ്പോൾ നമുക്ക് കിട്ടിയ മീനിനൊക്കെ അവർ വറുത്ത് തന്നു. നമ്മുടെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് അവിടെ വെച്ചിട്ട് വറുത്തൊക്കെ തന്നു. നമ്മളത് പാഴ്സലായി കൊണ്ടുപോയി. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ബീച്ചിലേക്കാണ് പോയത്. ചെറായി ബീച്ചിലേക്ക് പോയി. അവിടെ ഇരുന്നിട്ട് അതൊക്കെ കഴിച്ചു. അപ്പോൾ അതവിടെ ഡാൻസ് കളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കുട്ടികൾക്കായാലും. കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കിടത്താനായിട്ട് ആട്ടുതട്ടിലൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ കുട്ടികൾ കളിക്കാനായിട്ടുള്ളൊരു സ്ഥലമൊക്കെ ഉണ്ട്, കുറച്ച് ഏരിയ. അപ്പോൾ അങ്ങനെയൊക്കെ നല്ലതാട്ടോ. കുട്ടികളങ്ങനെ കരയാണ്ടൊക്കെ ഇരുത്താനായിട്ടുള്ള സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ ബില്ലിയാർഡ്സൊക്കെ കളിക്കണമെങ്കിൽ കളിക്കാം. അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രസമാണ് കേട്ടോ. അതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ആ ഒരു റേറ്റ്, നമുക്ക് ഫുഡിൻ്റെ റേറ്റ് നമുക്ക് വലിയ കുഴപ്പമില്ല. അതിലേക്ക് അങ്ങോട്ട് തട്ടി കഴിക്കാം. ഇതൊക്കെ ബാക്കിയൊക്കെ ഫ്രീ ആണല്ലോ. പിന്നെ ഇവിടെ ഒരു AC ഹട്ട് ഉണ്ട് കേട്ടോ. നമുക്ക് AC റൂമിൽ ഇരിക്കേണ്ടവർക്ക് അങ്ങനെ ഒരു സ്പേസ്, കുറച്ചും കൂടി ആ ഹട്ടിനായിട്ടും കുറച്ചും കൂടി വലിയ സ്പേസാണ് മാത്രം കേട്ടോ. ഇത്രയും കൂടി കുറച്ച് വലിയ ഫാമിലിക്ക് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെയും വന്നിരിക്കാം. നമ്മളിപ്പോൾ കാറ്റൊക്കെ കൊണ്ടിട്ട് നല്ല ഉഷ്ണകാലത്താണ് വന്നതുകൊണ്ട് മറ്റേ ആ ഹട്ടിലാണ് ഇരുന്നത്, ഓപ്പൺ ആയിട്ടുള്ളത്. ഇവിടെ ഇരിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇവിടെയും ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാം. അങ്ങനത്തെ 2 ഹട്ടാണുള്ളത്, 2 AC ഹട്ടാണുള്ളത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബോട്ടിങ്ങിന് ഇറങ്ങി. ഫുഡൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ നമുക്ക് വേഗം ഇറങ്ങാൻ, നമ്മൾ എത്താൻ തന്നെ വൈകി. ഫുഡ് കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കൊക്കെ ഒരു നേരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് നമുക്ക് കൈ കൊണ്ട് തുഴയാനുള്ളൊരു ബോട്ട് ഉണ്ട്. അതിലൊന്നും നമ്മളിരുന്നില്ല. പിന്നെ സാധാരണ നമുക്ക് തന്നെ ചവിട്ടി തുഴയാൻ പറ്റുന്ന ബോട്ടിൽ ഇരുന്നു. ബോട്ടിങ് നമുക്ക് അങ്ങനെ സമയമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള അത്ര റൗണ്ട് നമുക്ക് ഇതിൽ ബോട്ടിങ് ചെയ്യാം. അപ്പോൾ നമുക്ക് മതി വരുവോളം നമുക്ക് ഇതിൽ ബോട്ടിങ് ചെയ്യാം. പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് കുറച്ച് വേറെ എൻട്രൻസിൽ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു കോർണറിൽ കുറച്ച് കളിക്കാനുള്ളൊരു ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അവർ കുറച്ച് നേരം കളിച്ചു അവിടെ. അപ്പോഴേക്കൊരു സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 5 മണിയൊക്കെ ആയി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ചെറായി ബീച്ചിലേക്കാണ് പോയത്. ബോച്ച ടൊഡി ഹബ്ബിൽ നിന്ന് ഒരു 20 മിനിറ്റൊക്കെ ദൂരമാണ് ചെറായി ബീച്ചിലേക്കുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെ വേഗം പിന്നെ ഇറങ്ങി. ഒരു 5-5:30 ആയിട്ടുണ്ടാവും നമ്മളിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ.